ലെറ്റർ എടുത്തില്ലേ? ബാലമാഷ വാ. എന്താ രവി ഇത്? രൂപക്കാകെ മാറിപ്പോയല്ലോ. ഒരു മാറ്റം ആരും ആഗ്രഹിക്കില്ലേ ബാല? എന്നാലും ഇതൊരു വല്ലാത്ത മാറ്റമായി പോയി. ഇത് ഹേമ, ഇവനാ ആകാശം. ഹലോ. ബാലൻ ഫോട്ടോ അയച്ചു തന്നിരുന്നല്ലോ. ഇത് ഇളയാളാ അനശ്വര. ഹേമയും അനശ്വരയും ഞാൻ അന്ന് വന്നപ്പോ കണ്ടിരുന്നു. അതെ, അന്ന് വന്നപ്പോ ആളറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, ക്ഷമിക്കണം കേട്ടോ. നമ്മളെല്ലാരും മനുഷ്യരല്ലേ, ഓരോരുത്തർ ആ സമയത്ത് മൂഡ് അനുസരിച്ചായിരിക്കും പ്രതികരണം, അല്ലേ ബാല? അതെ, അത് ഞങ്ങള് മാഷന്മാർക്ക് അറിയാം. അകത്തേക്ക് വരൂ. വാ, ഇരിക്കെ. ഇതെന്റെ ഭാര്യ രാധ. നമസ്കാരം. നമസ്കാരം. നിങ്ങളവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ചരിത്രവും പറഞ്ഞിട്ടുള്ളേ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വരുന്ന 6-ാം തീയതിയാ. ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ? അല്ല, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാ. ഓ, ഇരിക്കും മോളെ, ചായ എടുക്ക. ആകാശ് PWDയിലെ ഏത് സെക്ഷനിലാ? അത് ബിൽഡിംഗ് സെക്ഷൻ. അപ്പൊ കുറെ ഭീഷണിയൊക്കെ ഉണ്ടാവുമല്ലോ. ഓ, ഉണ്ട് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സസ്പെൻഷനില്ല. അതൊക്കെ പതിവല്ലേ ബാല? എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ലല്ലോ. ബാലിനെ പോലെ തന്നെയായിരിക്കും ആകാശും, കണിശക്കാരൻ അല്ലേ ആകാശേ? അതെ. ബാല, നമ്മുടെ ചാമക്കല സ്കൂൾ ഹെഡ് മിസ്സസ് ഫാത്തിമ ടീച്ചറെ ഓർമ്മയില്ലേ? ഉണ്ട്. അവരുടെ മകൻ അംജദ് ഇപ്പൊ ചീഫ് സെക്രട്ടറിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളാ. ഞാൻ വിളിച്ചു പറയാം. ആകാശേ, ടെൻഷൻ ഒന്നും വേണ്ടട്ടോ. ഏയ്, താങ്ക് യു അങ്കിൾ.